വയനാട് കാട്ടിക്കുളം എടയർകുനിക്ക് സമീപം കുട്ടിയാനക്കൂട്ടം തെറ്റി. വനപാലക സംഘം ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാനയെ തുരത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഓലഞ്ചേരി വനമേഖലയിലെ കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയതായാണ് സൂചന. വിവരങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, ഇപ്പോൾ ഈ ആനകളെ തുരത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും ഈ കുട്ടിയാനോടൊപ്പം കാട്ടാനക്കൂട്ടം ഉണ്ടാവുന്ന ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കുട്ടിയാന ഒറ്റയ്ക്കാണ്, പൂർണ്ണമായും കൂട്ടം തെറ്റിയാണ് ജനവാസ പ്രദേശത്ത് എത്തിയെന്നാണ് മനസ്സിലാവുന്നത്. കടുവയുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായിട്ട് വനംവകുപ്പിന്റെ അധികൃതർ പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കാലിന് പരിക്കേറ്റ കുട്ടിയാനയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഈ ജനവാസ കേന്ദ്രത്തിലെ കാപ്പിത്തോട്ടത്തിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും വനപാലകർ RRT സംഘവും കുട്ടിയാനയെ നിരീക്ഷിച്ച് അതിനെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിടികൂടിയ ശേഷം മരുന്ന് ചികിത്സകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ മയക്കുവെടി വെക്കുമോ എന്നുള്ള സാധ്യത ആരായുന്നുണ്ട്. അതിന്റെ ആരോഗ്യവും മറ്റും പരിഗണിച്ചായിരിക്കും അത്തരം നീക്കങ്ങളിലേക്ക് പോവുക. അല്ലെങ്കിൽ വടം ഉപയോഗിച്ചോ നെറ്റ് ഉപയോഗിച്ചോ പിടിക്കുന്ന ഇത്തരം കുട്ടിയാനകളെ കീഴടക്കുന്ന രീതിയുണ്ട്. ആ രീതിയും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും പ്രദേശത്ത് കൂടുതൽ RRT സംഘം വനപാലകരും ഒക്കെ എത്തി കാട്ടാന കൂടുതൽ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്താതിരിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രദേശത്ത് ആളുകൾക്ക് നാട്ടുകാർക്ക് പ്രദേശത്തെ നാട്ടുകാർക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. എന്തായാലും കുട്ടിയാനയെ പിടികൂടാനുള്ള പരിശ്രമങ്ങളിലാണ് വനംവകുപ്പ്. അതിനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വടം ഉപയോഗിച്ചും നെറ്റ് ഉപയോഗിച്ചുമാണ് സുരക്ഷിതമായി ഇതിനെ പിടിക്കാനുള്ള സാധ്യത കൂടുതൽ പേരും പറയുന്നത്. മയക്കുവെടി വെച്ച് പിടിക്കുന്നത് അത്ര ആശ്വാസ്യമല്ല എന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത്തരം നീക്കങ്ങൾ വേണ്ടി വന്നാൽ അതും പരിശോധിക്കുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്. എന്നാലും ഈ കുട്ടിയാന ഇപ്പോൾ ജനവാസ പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിനും പരിസരത്തുമായി നിലയുറപ്പിക്കുകയും ഓടി നടക്കുകയുമാണ്. നിരീക്ഷിച്ച് വനംവകുപ്പിന്റെ RRT പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഗൗതം. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.